എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഡോക്ടർ കെ മുരളീധരൻ നായരാണ് നമ്മുടെ അതിഥി. വാസ്തു ആചാര്യൻ, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠ പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപകൻ. നമസ്കാരം സർ. നമസ്കാരം സർ. ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നമുക്ക് ചർച്ച ചെയ്ത് മറുപടി നൽകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, വീടിന്റെ പ്രധാന വാതിലിന് മുൻവശത്ത് തുളസിത്തറ ക്രമീകരിക്കാമോ, അല്ലെങ്കിൽ വീടിന്റെ മുൻവശത്ത് എവിടെയാണ് തുളസിത്തറയ്ക്ക് ഉചിതമായ സ്ഥാനം നൽകേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തത് നമുക്ക് വരേണ്ടത് പാൽ കാച്ച് ചടങ്ങുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഏതൊക്കെ വസ്തുക്കളാണ് നമ്മൾ പാൽ കാച്ച് ചടങ്ങ് നടക്കുമ്പോൾ വീടിനകത്തേക്ക് ആദ്യമായി കൊണ്ടു കയറേണ്ടത്, അത് ആരൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യണം. അത് നമുക്ക് ആദ്യ സെക്ഷനിലോട്ട് വരാം. നമുക്ക് തുളസിത്തറയുടെ സ്ഥാനം എങ്ങനെയാണ്? ഈ തുളസിത്തറയുടെ സ്ഥാനം പറയുമ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം, എന്നോട് ഈ അടുത്ത കാലത്ത് പ്രായമുള്ളൊരു അമ്മ വിളിച്ച് ചോദിച്ച കാര്യമാണ്. അതായത് ഒരു നാട്ടിൻപുറത്ത് തുളസിത്തറ പരിപാലിച്ച് കൊണ്ടുവന്നിരുന്ന ഒരു അമ്മയാണ്. മക്കളുടെ നിർബന്ധപ്രകാരം ഫ്ലാറ്റിലേക്ക് വന്നു. ഫ്ലാറ്റിലേക്ക് വന്നപ്പോഴും അവർക്ക് രാവിലെ നിശ്ചിത സമയത്ത് തന്നെ കുളി കഴിഞ്ഞെടുത്ത് അവർ തുളസിത്തറ നാട്ടിൽ പരിപാലിക്കുന്നതാണ്. അപ്പോൾ അവർക്കൊരാഗ്രഹം, എനിക്കൊരു ചെറിയൊരു തുളസിത്തറ എൻ്റെ ഫ്ലാറ്റ് അവിടെ ഫ്രണ്ടിൽ ബാൽക്കണി ഉണ്ടല്ലോ, ബാൽക്കണിയിൽ വയ്ക്കാമോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് എന്നോട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവിടെ അവർ പറയും അങ്ങനെയൊന്നും വയ്ക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് ഈ ബാൽക്കണി വരുന്നത് തെക്ക് ഭാഗത്തേക്കാണ്, തെക്കുന്ന അവിടെ അങ്ങ് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മകൻ പറഞ്ഞ് അത് അങ്ങനെ വെച്ചാൽ അത് വീടിന് ദോഷമാണ് എന്ന്. അപ്പോൾ അങ്ങനെ എന്നെ ഈ അമ്മ ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു, എനിക്കിങ്ങനെ പരിപാലിക്കണമെന്നുണ്ട്, അതിന് ദോഷമുണ്ടോ കാര്യമുണ്ടോ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. കാരണം എത്രയോ കാലമായിട്ട് നാട്ടിൻ പുറത്ത് തുളസിത്തറ വച്ച് പരിപാലിച്ച് കൊണ്ടുവന്നിരുന്ന ആ അമ്മയുടെ ആഗ്രഹമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും തന്നെ അത് പാടില്ല എന്ന് പറഞ്ഞ് തെറ്റാണ്. അപ്പോൾ തെക്ക്, ഉദാഹരണം വീടിന് തന്നെ തെക്ക് ദർശനമുള്ള വീടാണ്. തെക്ക് ദർശനമുള്ള വീട് നമുക്ക് ഇത് പരിപാലിക്കണമെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോകാം, നിയമ തടസ്സമില്ല. അങ്ങനെ അതേ രീതിയിൽ ആ തെക്കിൻ്റെ കിഴക്കോട്ട് അല്പം മാറിയിട്ട് റെഡിമെയ്ഡ് ഇത് കിട്ടും, തുളസിത്തറ കിട്ടും. അത് വാങ്ങിച്ച് വെച്ച് നല്ല സൂര്യപ്രകാശം കിട്ടുന്നു, അത് ഉയരത്തിൽ നിൽക്കുകയില്ലേ. അങ്ങനെ ഞാൻ വയ്ക്കാൻ പറഞ്ഞത് സന്തോഷമായി. അതുപോലെ തുളസിത്തറ നമുക്ക് ആധികാരികമായിട്ട് വയ്ക്കാൻ ഏത് സ്ഥാനമാണെന്ന് ചോദിച്ചാൽ വടക്ക് കിഴക്ക് ഭാഗം ആണ് ഏറ്റവും നല്ല ഉത്തമമായ രാശി. അപ്പം ഉദാഹരണം പടിഞ്ഞാറ് ദർശനമുള്ളവർക്കും അല്ലെങ്കിൽ തെക്ക് ദർശനമുള്ളവർക്കും ഈ ഇഞ്ഞ് കൊണ്ട് വടക്കിഴക്ക് പുറയിലേക്ക് സ്ഥാനം കൊടുത്തിരുന്നാൽ അവിടെ നിന്ന് പരിപാലിക്കാനൊക്കെ ബുദ്ധിമുട്ടും. അതൊരു പല ആൾക്കാരത് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ജനറലായിട്ട് ചെയ്തു വരുന്നത് തെക്ക് ദർശനമാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. പ്രധാനപ്പെട്ട ഡോറിന് നേരെ വേണ്ട വയ്ക്കുക. പിന്നെ പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറിൻ്റെ വടക്ക് ഭാഗത്തേക്ക്, വടക്കിഴക്കേ പോലെ മീനമല്ല പിന്നെ വായുകോണിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് തുളസിത്തറ പരിപാലിക്കുന്ന തടസ്സമില്ല. വടക്കാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക്, കിഴക്കാണെങ്കിലും വടക്ക് കിഴക്ക് ഭാഗം തന്നെയാണ്. അങ്ങനെ പരിപാലിക്കുന്നതിന് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ള സ്ഥലത്ത് വെച്ച് ഫ്ലാറ്റായിരുന്നാലും വീടായിരുന്നാലും എവിടെയായിരുന്നാലും തുളസി എന്ന് പറയുന്നത് അതൊരു വളരെ എഫക്റ്റീവാണ്. അതിൻ്റെ വേര് മുതൽ ഇല വരെ പൂ വരെ എല്ലാം തന്നെ ശരിയായിട്ട് പറഞ്ഞ മെഡിസിനാണ്. അതുകൊണ്ട് അതിൻ്റെ കാറ്റ് കിട്ടുന്നതും ആ ഒരു ഇല പറിച്ച് കഴിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ദേഹത്തെ ശുദ്ധിക്ക് വേണ്ടിയും ശരീരശുദ്ധിക്ക് വേണ്ടിയും ബ്ലഡിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തുളസി പരിപാലിക്കുന്നത് ഉത്തമം തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് തുളസിത്തറയുടെ സ്ഥാനത്ത്, അതായത് പ്രധാന വാതിലിന് നേരെ മുന്നിലായിട്ട് വേണ്ട. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ദിശ, ഇപ്പോൾ പടിഞ്ഞാറ് ദിശയിലാണ് നമ്മൾ പ്രധാന വാതിലിരിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വടക്ക് കിഴക്കോട്ട് നീക്കി വെക്കുക എന്നുള്ളത്. തിരിച്ച് തെക്കോട്ടാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് തെക്ക് കിഴക്കിലേക്ക് നീക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും നേരായിട്ട് തന്നെ സ്ട്രൈറ്റ് ലൈനിലോട്ട് അതിൻ്റെ പ്രധാന വാതിലിന്റെ നേരെ ക്രമീകരിക്കാതിരിക്കാനാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തുളസിത്തറ. ഇനി നമ്മൾ അതിൽ തന്നെ ഫ്ലാറ്റിൻ്റെ കാര്യമാണെന്ന് ശരി, ഫ്ലാറ്റിന് എവിടെ വേണോ ശരി നിങ്ങളുടെ ഫ്രണ്ട് സൈഡിൽ നിങ്ങൾക്ക് വെച്ച് കത്തിക്കാം. അത്രേ. പിന്നെ ഇതിനോട് കൂടെ ഒരു കാര്യം കൂടെ അവർ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പ്രധാന ഡോറിന് മുന്നിലായിട്ട് കൂവളം നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂവളം നിൽക്കുന്നത് ദോഷമാണോ? അതോടൊപ്പം തന്നെ പ്രധാന വാതിലിന് മുമ്പിലായിട്ട് ഏതൊക്കെ ചെടികളാണ് ക്രമീകരിക്കേണ്ടത് എന്നുള്ളത് കൂടെ.
കൂളത്തിന്റെ കാര്യമാണ് പ്രധാന ഡോറിന് മുൻവശത്തായിട്ട് നിൽക്കുന്നത്. നമുക്ക് കൂളമരം നമുക്ക് നട്ടുവളത്തിനെങ്കിലും വടക്കും കിഴക്കും ഭാഗം വളരെ നല്ലതാണ്. തെക്ക് ഭാഗത്ത് അത്ര നല്ലതല്ല. വേണ്ടി വന്ന ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, സാർ പടിഞ്ഞാറ് ഭാഗത്താണ് ഞങ്ങൾക്കൊരു കൂളമരം, ഞങ്ങൾ നട്ടതല്ല, തന്നെത്താനെ പൊടിച്ചു വന്നതാണ്. അങ്ങനെ പൊടിച്ചു വന്നെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് മുറിച്ചു മാറ്റാൻ യാതൊരു കാര്യവുമില്ല. എന്നാൽ ഏറ്റവും നല്ലത് വടക്കിഴക്ക് ഭാഗത്ത് വരണത് ഏറ്റവും ഐശ്വര്യമാണ്. കൂളമരം പൊടിച്ചു വന്ന ശേഷം പണ്ട് കാലത്തൊക്കെ പല ആൾക്കാരും അതിൻ്റെ മൂട്ടിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. വിളക്ക് കത്തിച്ച് പരിപാലിക്കും. അതിൻ്റെ ശിവനുമായിട്ട് പൊട്ട സങ്കല്പത്തിൽ നിൽക്കുന്നതാണല്ലോ കൂളം എന്ന് പറഞ്ഞാൽ. കൂളത്തിൻ്റെ ഇല വളരെ ഇതാണ്. ഇപ്പോൾ ഈ ഡയബറ്റീസിൻ്റെ അസുഖമുള്ള ആൾക്കാരൊക്കെ കൂളത്തിൻ്റെ ഇലയൊക്കെ രാവിലെ പറിച്ച് കഴിക്കും. അതും ഒരുപാട് മെഡിസിനുമാണത്. അപ്പോൾ കൂളം നിൽക്കുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ്. അത് എല്ലാ മണ്ണിലും ഇത് പൊടിക്കില്ല. സത്യമുള്ള മണ്ണിൽ മാത്രമേ അതായത് ശുദ്ധമുള്ള മണ്ണിൽ മാത്രമേ അത് കൂളം പൊടിച്ച് നിൽക്കുകയുള്ളൂ. ദൈവസാന്നിധ്യം ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിരണങ്ങൾ തരംഗങ്ങളും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭാഗത്തെ കൂളമരം നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് കുറച്ച് നാൾ പൊടിക്കൊന്നുമില്ല, അത് പട്ടുപോകും. അതാണ് സത്യം. അതുകൊണ്ട് കൂളമരം പരിപാലിക്കുന്നത് സർവ്വ ഐശ്വര്യമാണ്. തീർച്ചയായും. അപ്പം കൂളമരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഏതൊക്കെ ചെടികളാണ് നമ്മൾ ഈ മുൻവശത്ത് പ്രധാനമാകുന്നത്? നമുക്ക് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വാതിൽ അടഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ ചില ആൾക്കാർ ചില ഓർക്കിഡും കാര്യങ്ങളൊക്കെ, ചില ഓർക്കിഡൊക്കെ വെച്ചാൽ സർവനാശ ഫലം എന്ന് പറയുന്നത്, ചില ഓർക്കിഡ് നെഗറ്റീവ് വമിക്കുന്ന ഒരുപാട് സാധനമുണ്ട്. എല്ലാതല്ല, അത് നോക്കിയാണ് വയ്ക്കേണ്ടത്. നമുക്ക് പണ്ടത്തെ നാടൻ ചെടികൾ നല്ല മനോഹരമായ പിന്നെ റോസ് പല വെറൈറ്റീസ് ഉണ്ടല്ലോ. പനിനീർ റോസ പണ്ടത്തെ ഏറ്റവും വളരെയധികം പോസിറ്റീവുള്ള സാധനമാണ് പനിനീർ റോസ. അതങ്ങനെ വിടർന്ന് നിൽക്കുന്നതിൻ്റെ മണം തന്നെ വളരെ അങ്ങനെയുള്ള റോസാ ചെടികൾ, മുല്ല, കുറ്റിമുല്ല, പിന്നെ പിച്ചി, ഇങ്ങനെയുള്ള നാടൻ ചെടികൾ, ചെമ്പരത്തി, മന്ദാരം, ഇങ്ങനെ ഒരുപാട് നാടൻ ചെടികളുണ്ടല്ലോ. ഇതെല്ലാം തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ മുൻവശത്ത്, അതായത് പ്രധാനപ്പെട്ട വാതിലിന് നേരെ കൊണ്ടുവയ്ക്കുകയല്ല, മുറ്റത്ത് നിൽക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ചെമ്പരത്തി ഏറ്റവും പവർഫുള്ളാണ്. ചെമ്പരത്തിനെ ഇപ്പോൾ ഒരുപാട് കളേഴ്സ് കിട്ടുന്നുണ്ട്, ഒരുപാട്. അതിൻ്റെ പട്ടി എടുത്തിട്ട് 10-25 ഇനം കളേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഞാൻ ഒരു വീട്ടിൽ നോക്കുമ്പോൾ എപ്പോഴും ആ ചെമ്പരത്തി തന്നെയാണ് ഇടയിലത്തെ പല കളറിലായിട്ട് അത് മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കത് കുറച്ച് നോക്കി നിൽക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നല്ല മനോഹരമായിട്ട് പരിപാലിക്കുന്നത് നല്ലത്. പിന്നെ വടക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ മരുന്ന് ചെടികൾ നട്ടുള്ളത് നല്ലതാണ്. ഇപ്പോൾ ഒരു വീടായാൽ അത്യാവശ്യം ചില മരുന്ന് ചെടികൾ വയ്ക്കുന്നത് നല്ലതാണ്. അതൊക്കെയാണെങ്കിൽ വടക്ക് ഭാഗത്ത് വരാം. ചോലവൃക്ഷങ്ങളാണ് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. പിന്നെ തെക്ക് ഭാഗത്തേക്ക് പണ്ടത്തെ ശാസ്ത്രത്തിൽ പറയും പുളിയൊക്കെ നട്ട് വളർത്താം. പുളിയൊക്കെ വീടിന് നട്ട് ഞാൻ എൻ്റെ വേറെ കയറി വീടൊക്കെ എടുത്തുകൊണ്ട് പോകും. അത് മാവ് വീടിന് 4 ഭാഗത്തും, മാവ് പ്ലാവ് ഒന്നും നമ്മുടെ വീടിന് 4 ഭാഗത്തും നിയമ തടസ്സമേ ഇല്ല. മാവ്, പ്ലാവ്, തെങ്ങ്, പണ്ടത്തെ ഇതൊക്കെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് നിൽക്കുന്ന ഏത് നിയമ തടസ്സമൊന്നുമില്ല. പിന്നെ പണ്ടത്തെ ഗ്രന്ഥങ്ങളിലും ചില കാര്യങ്ങളിലൊക്കെ അപ്പോൾ അതൊന്നും തന്നെ ഇപ്പോഴത്തെ സിറ്റിക്കകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അരയാൽ പടിഞ്ഞാറ് ഭാഗത്തും പേരാൽ വീടിൻ്റെ മുൻവശത്ത് വരണം, അത് ഇപ്പോൾ നടാൻ പറ്റുമോ? ഇന്നത്തെ അതൊക്കെ വന്നാൽ എന്തുമാത്രം അതിൻ്റെ വേരൊക്കെ വന്ന വീടൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതൊന്നും തന്നെ നമുക്ക് പറ്റില്ല. അതൊക്കെ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കാര്യങ്ങളൊക്കെ. അതൊരു ഈ പ്രധാനപ്പെട്ട അതിനോട് അനുബന്ധിച്ച് വന്നൊരു ചോദ്യമാണ്. ഈ പ്രധാനപ്പെട്ട വാതിലിന് മുൻവശത്തായിട്ട് ഇപ്പം മുള നട്ടു വളർത്തുന്നുണ്ട്, മറഞ്ഞ രീതിയിൽ, അടഞ്ഞ രീതിയിൽ. അപ്പോൾ അത് മുളച്ചെടികൾ പലതുണ്ടല്ലോ. മുള എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള സാധനം തന്നെയാണല്ലോ. ഇത് നമ്മൾ അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞില്ല, അമിതമായിട്ടൊന്നും വേണ്ട. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അത് ബട്ട് ചെയ്ത് വളരെ നല്ല മനോഹരമായിട്ട് നിർത്താറുണ്ട്. അത് ചെയ്യും തടസ്സമൊന്നുമില്ല. വീടിൻ്റെ 4 ഭാഗത്തും ആവശ്യം വരുന്ന അത് വയ്ക്കുന്ന നിയമ തടസ്സമൊന്നുമില്ല. നമുക്കിനി വീടിൻ്റെ പാല് കാച്ചി ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന്, ഏതൊക്കെ ഇനങ്ങളാണ് നമ്മൾ പാല് കാച്ചി ചടങ്ങിന് വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നത്? വിളക്കും പാലും ഉൾപ്പെടെയുള്ള കുറച്ച് ഐറ്റംസ് നമ്മളകത്തേക്ക് കൊണ്ട് കയറുന്നുണ്ട്. എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. കാരണം ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണണം. ഈ എപ്പിസോഡ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ ഉള്ള മറുപടിയാണ് നിങ്ങൾക്ക് നമ്മൾ ഈ ലൈക്ക് ലൈവിൻ്റെ പൂമുഖത്തിലൂടെ നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.